വെൽക്കം ബാക്ക് ഗൈസ്. നമ്മൾ ഇന്ന് പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഏതെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, നാരങ്ങനീര്, സവാള അരിഞ്ഞത്, മസാലപ്പൊടി, വെളിച്ചെണ്ണ ആവശ്യത്തിന്, ചെറുതായി അരിഞ്ഞ ചിക്കൻ പീസസ്, പിന്നെ മല്ലിപ്പൊടി, കറിവേപ്പില, വെളുത്തുള്ളി ഇഞ്ചിയുടെയും പേസ്റ്റ്, അരിഞ്ഞ ടൊമാറ്റോസ്, പിന്നെ 1-2 ഗ്രീൻ ചില്ലീസ്. ആദ്യം ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഗോൾഡ് വിന്നറോ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മുടെ ചെറുതായി അരിഞ്ഞിരിക്കുന്ന സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴക്കി എടുക്കുക. കുറച്ച് വഴക്കിയതിന് ശേഷം നമ്മുടെ അരിഞ്ഞ മുളക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക, വഴക്കിയെടുക്കുക. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കുക. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇടുക. നമ്മൾ ഉപ്പ് ആദ്യമേ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മുടെ സവാളയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ആദ്യമേ ഇടുന്നത്. ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസായ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇടുക, മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഇടുക, കുരുമുളക് 1 ടീസ്പൂൺ ഇടുക. എന്നിട്ട് മസാലപ്പൊടി 1 ടീസ്പൂൺ ഇടുക. ആവശ്യത്തിന് മസാലപ്പൊടി ഇടുക, പൊടി പോകാതെ നോക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഫുള്ളൊന്ന് പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് ഫുള്ള് നല്ല മിക്സ് ആയതിന് ശേഷം അതിലേക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ചെറിയ ചിക്കൻ പീസസ് ഇടുക. ഇട്ടിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഇതിൽ വെള്ളം ഉപയോഗിക്കാതെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വെള്ളം ഗ്രേവി ആയിട്ട് ആണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഉപയോഗിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ ഉപ്പും കൂടെ കുറച്ച് ഇടുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മളൊരു പാത്രം എടുത്ത് അടച്ച് വയ്ക്കുക. നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം ചിക്കനിൽ നിന്നും വെള്ളം ഊറി വന്നിട്ടുണ്ട്. ഇപ്പം ഇത്രയും വെള്ളം പോരാ, കൂടുതൽ വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കൂടുതലാവാതെ ശ്രദ്ധിക്കുക. കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എരിവും ബാക്കിയൊന്നും കാണത്തില്ല. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, ഇത് ആവശ്യമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുക.
പിന്നെ കുരുമുളക് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല എരിവുള്ള കുരുമുളകും കുറഞ്ഞ എരിവുള്ള കുരുമുളകും നമുക്ക് മാർക്കറ്റിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടും. നല്ല എരിവുള്ളതാണ് എങ്കിൽ കുറച്ച് ഇടുക, അല്ലെങ്കിൽ ഭയങ്കര എരിയായിരിക്കും. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ടേസ്റ്റ് നോക്കി ഇടുന്നതായിരിക്കും കുറേ കൂടെ ബെറ്റർ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ പീസസ് നല്ല സോഫ്റ്റ് ആവുന്ന പോലെ നല്ലതായിട്ട് വേവുന്ന രീതിയിൽ കുറച്ച് നേരം ഒരു മീഡിയം ബർണറിൽ ഫ്ലെയിമിൽ ഇട്ടൊന്ന് ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ഒരു ടീസ്പൂൺ പെപ്പറും കൂടെ ഒന്നും കൂടെ ഇട്ട് ടേസ്റ്റ് നോക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് വേവായിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ നമ്മുടെ ചിക്കൻ പെപ്പർ റെഡിയായി. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്.